ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തപ്പോൾ തന്നെ സക്സസ് ആയിട്ടുള്ള ഒരു കടലക്കറി റെസിപ്പി പറഞ്ഞു തരട്ടെ. ഇത് നല്ല തേങ്ങ അരച്ചുണ്ടാക്കിയ കടലക്കറിയാണ് കേട്ടോ. ഞാൻ ഇതിനായിട്ട് ഒരു അരമുറി തേങ്ങ ആയിരുന്നു എടുത്തിരുന്നത് കേട്ടോ. ഏതാണ്ട് ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നല്ലോണം കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. നിങ്ങൾക്ക് നല്ല കുരുമുളക് ഇഷ്ടമാണെങ്കിൽ ഈ വറുക്കുന്നതിന്റെ കൂടെ തന്നെ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് ഞാൻ കുറച്ച് കടല, ഒരു സവാളുള്ളി, 2 പച്ചമുളക്, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കുക്കറിൽ ഏതാണ്ട് 2 മിനിറ്റ് വിസിൽ വരുന്ന ഭാഗത്തിൽ വേവിച്ചിരുന്നു കേട്ടോ. തേങ്ങ ഏകദേശം റെഡി ആയി കഴിഞ്ഞാൽ ഒരു 3-4 വേവിച്ച് വെച്ച കടല കൂട്ടി നമുക്ക് ഇത് നല്ലോണം ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. പിന്നീട് എണ്ണ ചൂടാക്കി കുറച്ച് കടുക് പൊട്ടിച്ച് അതിനകത്തോട്ട് ഒരു 3 വറ്റൽമുളക്, 3 വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി ഇത്രയും കൂട്ടി ഒന്ന് മൂപ്പിച്ചെടുത്തു. മൂത്ത് വന്നതിന് ശേഷം ഞാനൊരു അരമുറി സവാള കൂടി ചേർത്ത് നല്ലോണം വഴറ്റിട്ടോ. നിങ്ങൾക്കിപ്പോൾ സവാളയുടെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി കൂടി കൂടുതൽ ഇടാം കേട്ടോ. സവാള ഏകദേശം ഒന്ന് വഴഞ്ഞു വരുമ്പോൾ ഞാൻ അതിനകത്തോട്ട് കുറച്ച് പെരിഞ്ചീരകം ചേർത്തായിരുന്നേ. എനിക്ക് പെരിഞ്ചീരകത്തിന്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടം. ഇത് തീ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മല്ലിപ്പൊടിയും ചേർത്ത് അതിന്റെ ആ പച്ചമണം മാറുന്ന വരെ നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. നമ്മൾ മാറി വന്നപ്പോൾ നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരുന്ന നമ്മുടെ കടല ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. നല്ലോണം ഒന്ന് ചൂടാകുമ്പോൾ നമ്മൾ ആദ്യം അരച്ച് വെച്ചിരുന്ന നമ്മുടെ തേങ്ങ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യാം. ഇപ്പൊ ഏതാണ്ട് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിളച്ച് കിട്ടിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഈ കടലക്കറിയിൽ കുറച്ച് വെള്ളം കാണാം, പക്ഷേ ഇത് ഇരുന്ന് ഒരു 15 മിനിറ്റ്സ് കഴിയുമ്പോഴേക്ക് ഇതിന്റെ വെള്ളം നല്ലോണം വറ്റും കേട്ടോ. നല്ല പുട്ടിന്റെ കൂടെയും ഇടിയപ്പത്തിന്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആണ്. എന്തായാലും ടേസ്റ്റ് അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ മറ്റൊരു വീഡിയോ കണ്ടുവിട്ടാം. ബൈ ഓൾ.